ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക്, വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് പണം, ധനം, സമ്പത്ത്, അബണ്ടൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പോകുന്നു എന്നുള്ളതിന് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൂചനകളെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പണം, ധനം, സമ്പത്ത്, അബണ്ടൻസ്, നല്ല ആരോഗ്യം എന്നൊക്കെ പറയുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്ന എനർജിയാണ്. അപ്പോൾ നമ്മൾ വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ ആ എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവുകയും അങ്ങനെയാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ പണം, ധനം, സമ്പത്ത് ഒക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലക്ഷ്മി മുദ്ര, കുബേരമുദ്ര ഒക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോരാത്തതിന് 222 ഫുൾ മൂൺ എനർജി പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സമയം കൂടിയാണിത്. അപ്പോൾ അതിൽ നമുക്ക് പണം, ധനം, സമ്പത്ത്, അബണ്ടൻസ് ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതിന് ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഏഞ്ചൽ നമ്പർ 8 അല്ലെങ്കിൽ 88 അല്ലെങ്കിൽ 888 അല്ലെങ്കിൽ 8888 എന്ന് പറയുന്ന 8 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ 1717 അങ്ങനെയൊക്കെ നമ്മൾ സം ചെയ്തെടുക്കുന്ന അങ്ങനത്തെ നമ്പർ ആയാലും അത് നമ്മളുടെ കണ്ണുകൾ ഉടക്കുന്നത് കണക്ക്, തൊട്ട് വിളിച്ച് നമ്മളെ കാണിക്കുന്നത് കണക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 8 എന്ന് പറയുന്നത് അബണ്ടൻസിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക, ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് പണം, ധനം, സമ്പത്ത്, അബണ്ടൻസ് നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. ഇനി രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുക. പണം, ധനം, അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓർണമെൻറ്റ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതും ഒരു സൂചനയാണ് പണം, ധനം, സമ്പത്തൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ആന, പരുന്ത്, തേനീച്ച ഇവയൊക്കെ നമ്മൾ കാണുക. അല്ലെങ്കിൽ ഒരു ബുക്ക് തുറന്ന് ചുമ്മാ അതിൻ്റെ പേജ് മറിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ പരുന്തിൻ്റെയൊക്കെ പടം അതിൽ കാണുക. അങ്ങനെയാകുമ്പോഴും അതൊരു സൂചനയാണ് പണം, ധനം, സമ്പത്തൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് പോകുന്നു. പിന്നെ നാലാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നൊരവസ്ഥ, നമ്മളുടെ എനർജി ലെവൽ എന്തെന്നില്ലാത്ത രീതിയിൽ എന്തിനാണെന്നറിയില്ല വളരെ സന്തോഷം തോന്നുക. മനസ്സിങ്ങനെ ഹാർട്ടിങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നത് പോലെ വളരെ പോസിറ്റീവായി പവർഫുള്ളായി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് എന്തോ ഒരു പണം, ധനം അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഒരു സാധ്യത അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ അഞ്ചാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറുകയും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ സാധനം വാങ്ങിക്കുകയും അതിന് എത്രയാണ് വിലയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും 50% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തൊക്കെ നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് ആ സാധനം വളരെ വില കുറച്ച് കിട്ടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ഓർക്കുക, പണം, ധനം, സമ്പത്ത് അല്ലെങ്കിൽ അബണ്ടൻസ് എന്തോ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ ഗിഫ്റ്റ് തരിക, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു ട്രാവലിങ്ങിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു തരിക. അപ്പോഴും ഓർക്കുക, നമുക്ക് എന്തോ
മണി, അബണ്ടൻസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. അത് തന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് തന്നെ നമുക്ക് പണം കിട്ടുന്നത് പോലെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയുള്ളൊരു സൂചന അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ചിരി തോന്നും, വളരെ കൗശലം തോന്നും. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. നമ്മൾ രാവിലെ കതവ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എപ്പോഴെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ വിൻഡോ സ്പേസിൻ്റെയൊക്കെ അടുത്തോ കാക്കയോ അല്ലെങ്കിൽ പ്രാവോ അത് കൂട്ടം കൂടി 2-3 എണ്ണമൊക്കെ അങ്ങനെ ഇരിക്കുകയും അത് കാഷ്ടിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നെങ്കിൽ നമ്മളത് കാണുമ്പം ആ ഭിത്തിയൊക്കെ വൃത്തികേടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഓട്ടിച്ചു വിട്ടാലും അതും നമ്മളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നമ്മൾക്ക് തരുന്ന ഒരു സൂചനയാണ്. അതായത് പണം, ധനം, സമ്പത്ത് ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസിനെ എല്ലാം എടുത്തു മാറ്റുക. നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല, നമ്മൾ പാവങ്ങളാ, നമുക്ക് അത്രയൊന്നും അച്ചീവ് ചെയ്യാനൊന്നും പറ്റില്ല, വെറുതെ സ്വപ്നം കണ്ടിട്ട് എന്തിനാ കാര്യം എന്നൊക്കെയുള്ള രീതിയിലുള്ള നമ്മൾ മനസ്സിന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് വൈബ്സിനെ എല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഈശ്വരനാണ് എല്ലാം തരുന്നത്, ഈശ്വരനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം വാരിക്കോരി തരുന്നതിന് ഈശ്വരനോട് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശ്വരനെ അടിയുറച്ച് വിശ്വസിച്ചാൽ, ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നാൽ നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ തരും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല പ്രോത്സാഹനം തരിക, എന്നെ മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു.